അടുത്ത 6 മാസത്തിനുള്ളിൽ നമ്മൾ തീവ്രവാദി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ അത് സംഭവിക്കും. 25 വർഷങ്ങൾക്ക് ശേഷം 2 രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ച് കാണുകയാണ്. അതിൽ ഒരു രാജ്യം അമേരിക്ക, മറ്റൊന്ന് സിറിയ. സിറിയയിൽ ഇപ്പോഴുള്ള പ്രസിഡന്റ് ആരാണെന്ന് അറിയണ്ടേ? 6 മാസത്തിന് മുൻപ് അമേരിക്ക, CIA, FBI ഇവരെല്ലാം തീവ്രവാദി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു വ്യക്തി. അയാളുള്ള HDS എന്ന സംഘടന ഇന്നും അമേരിക്ക, US, UK, ഐക്യരാഷ്ട്രസഭയിലെല്ലാം ഒരു ഭീകര പ്രസ്ഥാനമാണ്. അത്തരം വ്യക്തിയുമായി ഡൊണാൾഡ് ട്രംപ് കൈകോർക്കുകയാണ്. അയാൾ വളരെ മിടുക്കനാണ്, സുന്ദരനാണ് എന്നൊക്കെയാണ് ആ തീവ്രവാദിയെ നോക്കി, അല്ല, സിറിയയുടെ നേതാവിനെ നോക്കി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ലോക രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ തുർക്കിക്ക് പണം നൽകും എന്ന് പറഞ്ഞ് പണം മാത്രമല്ല നൽകുന്നത്, ആയുധ സഹായവും അമേരിക്ക ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണവും അദ്ദേഹം പറഞ്ഞു. ആ കാരണം കേട്ടാൽ നിങ്ങൾക്ക് പോലും ഒരു പക്ഷേ ചിരി വരും. ലോകരാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അബു മുഹമ്മദ് അൽ ജവാനി. ഈ അബു മുഹമ്മദ് അൽ ജവാനി എന്ന വ്യക്തി ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് ആണ്. പക്ഷേ ഇതേ വ്യക്തിയാണ് 6 മാസം മുൻപ് തീവ്രവാദിയായിരുന്നത്. തിരയപ്പെടുന്ന ഒരു കുറ്റവാളി. അയാളെ കണ്ടെത്തി നൽകുന്നവർക്ക് $10 മില്യൺ അമേരിക്കൻ റിവാർഡും അറിയിച്ചിരുന്നു. നിങ്ങൾക്ക് അതിലൂടെ കോടീശ്വരനാകാൻ സാധിക്കും. അത്തരമൊരു വ്യക്തി ഈ HDS എന്ന സംഘടനയിലുള്ളതാണ്. അതും ഈ ഒരു സംഘടന എന്നത് ISISുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംഘടനയാണ്. നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ഒരു സംഘടന. ഈ ഒരു സംഘടന 13 വർഷമായി സിറിയയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ബസീറുൽ അസാദ് എന്ന വ്യക്തിയെയും അവിടെയുള്ള ഭരണത്തെയും അട്ടിമറിക്കുന്നു. പിന്നീട് HDSലെ വിമതർ സിറിയ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത 4 വർഷത്തിനു ശേഷമേ തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. അതുവരെയും ഈ അൽ ജവാൻ എന്ന വ്യക്തിയായിരിക്കും അവിടെയുള്ള പ്രസിഡന്റ് എന്നും പറഞ്ഞു. മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അവർക്ക് ബാക്കപ്പ് നൽകിയത് റഷ്യയാണ്. പക്ഷേ അൽ ജവാൻ എന്ന വ്യക്തിക്ക് ഇവിടെ പിന്തുണച്ച രാജ്യം അമേരിക്കയാണോ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ചിന്തിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ തീവ്രവാദിയെ ചിത്രീകരിക്കാനും സാധിക്കും. അതേ അമേരിക്ക ചിന്തിച്ചാൽ ഒരു വ്യക്തിയെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റായി പോലും ചിത്രീകരിക്കാൻ സാധിക്കും. മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയുമില്ല. 6 മാസത്തിന് മുൻപ് അവൻ തീവ്രവാദിയായിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തി ഡൊണാൾഡ് ട്രംപിനെ നോക്കി ചോദിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് ആ സംഭവമെല്ലാം പോകുമായിരുന്നു. അയാൾ വളരെ മിടുക്കനാണ്, സുന്ദരനാണ് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുകയും അതേ ജവാനി വലിയൊരു സ്വേച്ഛാധിപതി, നിരവധി ജീവൻ അപഹരിച്ചിട്ടുണ്ട്, നിരവധി അമേരിക്കക്കാരുടെ സ്വപ്നങ്ങളെ നശിപ്പിച്ചു എന്നും പറഞ്ഞത് അമേരിക്കയുടെ മുൻപുള്ള പ്രസിഡന്റ് തന്നെയായിരുന്നു. ശരി, ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം ഇതുപോലെ ലോകരാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിക്കും. സിറിയ ലോകരാഷ്ട്രീയം. ഇതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇസ്രായേൽ അമേരിക്കയുടെ ബന്ധമാണ്. ഇസ്രായേൽ അമേരിക്ക ബന്ധം. അബ്രഹാം അക്കൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ അബ്രഹാം അക്കൗണ്ട്സ് എന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അപൂർവമായ ഒരു കരാറാണ്. ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു കരാർ. ആ കരാർ പറയുന്നത് നോർമലൈസേഷൻ. സൗദി അറേബ്യ, ഇസ്രായേൽ ഇവർ തമ്മിൽ നോർമലൈസേഷൻ ആകണം. അവരുടെ ബന്ധത്തെ നോർമലാക്കി കൊണ്ടുപോകണം. സൗദി അറേബ്യക്കെതിരെ ഇസ്രായേലോ ഇസ്രായേലിനെതിരെ സൗദി അറേബ്യയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇസ്രായേലിന്റെ എംബസി സൗദി അറേബ്യയിലും സൗദി അറേബ്യയുടെ എംബസി ഇസ്രായേലിലും തുറക്കപ്പെടണം. ഇങ്ങനെ ഒരു നോർമലൈസേഷനാണ്. ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടതാണ് ഈ അബ്രാംസ് അക്കൗണ്ട്. ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടതാണ് ഈ അബ്രഹാം അക്കൗണ്ട്സ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസ യുദ്ധം സംഭവിക്കുന്നു. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. അബ്രഹാം അക്കൗണ്ട്സ് ഒക്കെ വലിച്ചെറിയുക എന്നവർ പറഞ്ഞു. ഇസ്രായേലിനെ ആ സമയം പിന്തുണച്ചത് അമേരിക്കയായിരുന്നു. അവസാനം വരെയും അമേരിക്ക മാത്രമേ തങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച സമയത്തായിരുന്നു പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിന് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. സൗദി അറേബ്യയുടെ പക്കൽ 1 ട്രില്യൺ ഉണ്ട്. ഖത്തറിന് 1.7 ട്രില്യൺ ഉണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളുടെ പക്കലും ഒരുപാട് സേവിങ്സ് ഉണ്ട്. നിങ്ങൾ അവരുമായി സംസാരിക്കുകയാണെങ്കിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലുമായി ഞങ്ങൾ ശത്രുത പുലർത്തും, ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ ഞങ്ങളിനി ഇസ്രായേലിനെ സഹായിക്കുകയില്ല എന്ന ഒരു വലിയ പ്രചരണം പടരാൻ തുടങ്ങി. എല്ലാ മാധ്യമങ്ങളിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അമേരിക്ക ഇസ്രായേലിനെ എതിർത്തു. ഹമാസ് വളരെ പ്രധാനപ്പെട്ട ബന്ധികളെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്തപ്പോൾ ഹമാസ് ഇസ്രായേലുമായി ചർച്ച നടത്തുന്നതിന് പകരം നേരിട്ട് അമേരിക്കയുമായി ചർച്ച നടത്തിയെന്നൊക്കെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു.
59 ഹോസ്റ്റേജസിൽ ഒരു ഹോസ്റ്റേജിനെ റിലീസ് ചെയ്യുന്നു. അത് നേരിട്ട് അമേരിക്കയുടെ സംസാരം വഴി തന്നെ സംഭവിച്ചു എന്നുള്ളതും വരുന്നു. അപ്പോൾ ഇസ്രായേലിന് ഇത് വലിയൊരു നാണക്കേടായി മാറി. എന്നാൽ ഇതേ സമയം അമേരിക്ക അറബ് രാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കണ്ടു എന്നറിയണ്ടേ? നോക്കൂ, നീതിമാനായ മനുഷ്യൻ ഇസ്രായേലിനെ അയാൾ എതിർത്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡീലും അവർ ശരിവെച്ചു. ബോയിങ് വിമാനമൊക്കെ താഴെ ഇടിഞ്ഞു, അവർക്കിനൊരു ഭാവി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അറബ് രാജ്യങ്ങൾ 10-ലധികം ബോയിങ് വിമാനങ്ങൾ വാങ്ങി. 1.4 ട്രില്യൺ സൗദി അറേബ്യ, 1.7 ട്രില്യൺ മറ്റൊരു അറബ് രാജ്യം. ഇങ്ങനെ എല്ലാവരും അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്നും പറയുന്നു. ഈ സമയങ്ങളിലായിരുന്നു സൗദി അറേബ്യ ട്രിപ്പ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ട്രിപ്പ്. ഇങ്ങനെ തുടങ്ങിയ ഡൊണാൾഡ് ട്രംപിന്റെ യാത്രയിലായിരുന്നു അൽ ജവാനിയെ ഡൊണാൾഡ് ട്രംപ് കാണുന്നത്. അൽ ജവാനി തിരയപ്പെടുന്ന ഒരു കുറ്റവാളിയാണ്, എന്നാൽ ഇന്ന് അയാൾ സിറിയയുടെ പ്രസിഡന്റാണ്. ശരി, ഇതോടുകൂടി അവസാനിപ്പിക്കാം. അടുത്തത്, ഇപ്പോൾ അമേരിക്ക എന്താണ് ചെയ്തത്? 300-350 അമേരിക്കൻ ഡോളർ വില വരുന്ന ആയുധ സഹായം ഞങ്ങൾ തുർക്കിക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതേ തുർക്കി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ഞങ്ങൾ പാകിസ്ഥാന് സപ്പോർട്ട് എന്നും അവർ പറയുന്നു. പാകിസ്ഥാൻ ടെററിസത്തെ വളർത്തി വരുന്നു എന്ന് ലോകരാജ്യങ്ങളോടെല്ലാം നമ്മൾ പറഞ്ഞാൽ പോലും അമേരിക്കയും അത് കണ്ടിട്ട് പോലും കാണാത്ത രീതിയിൽ ഇരിക്കുകയും നമുക്കെതിരെ ഏതൊക്കെ ആയുധങ്ങളാണോ പാകിസ്ഥാൻ ഉപയോഗിച്ചത് അതിൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് തുർക്കിക്കും അമേരിക്ക നൽകി. ഈ 350 മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന ഈ ഒരു സഹായം ഫോറിൻ മിലിറ്ററീസിലൂടെയാണ് നൽകിയത്. ഏകദേശം AM-120C 8 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ ആംറാം എന്ന് പറയാം. കൂടെ തന്നെ AIM-9X സൈഡ് വിൻഡർ ബ്ലോക്ക് 2 മിസൈൽസും ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ഇത് 304 മില്യൺ ആണ്. ഇതിപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി കോർപ്പറേഷൻ ഏജൻസി ഉടൻ തന്നെ ഇതിനായിട്ടുള്ള ഒരു അനുവാദവും നൽകി. 53 AIM-120C മിസൈൽസും 6 ഗൈഡൻസ് സെക്ഷൻസും നൽകാൻ പോവുകയാണ്. ബിൽഡിംഗ് ടെസ്റ്റ് റീപ്രോഗ്രാമിംഗ് എക്യുപ്മെന്റ്സ് വഴി ഇവയ്ക്കെല്ലാം കോമൺ മ്യൂണിഷൻസും നൽകാൻ പോവുകയാണ്. ഇതിനേക്കാൾ വലിയ കാര്യം തുർക്കിക്ക് ഇനി എന്താണ് വേണ്ടത്? ഈ 350 മില്യണിലൊക്കെ ഇപ്പൊ എന്ത് സംഭവിക്കാനാണ് എന്നൊരു പക്ഷെ ചോദിക്കാം. ഈ തുർക്കിക്ക് ഇവർ നൽകുന്ന ഈ ആയുധം അങ്ങനെ നേരെ പാകിസ്ഥാനിലേക്ക് പോകുമെന്നും ഒരുപാട് പേർ പറയുന്നു. കാരണം പാകിസ്ഥാൻ ഇതേ ആയുധം നമുക്കെതിരെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആംറാം എന്ന അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. പക്ഷേ പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിച്ചത് BWRAMS ആണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽസ് നൽകുന്നതും അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈൽസ് അമേരിക്ക നൽകുന്നതും ഒരേ കാര്യം തന്നെയാണ്. ഇന്ത്യക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് അർത്ഥം. ഇതാണ് സംഭവം. ഇന്ത്യക്കെതിരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് മറ്റൊരു തെളിവ് ചോദിച്ചാൽ ടിം കുക്കിനെ നോക്കി. ആപ്പിൾ, നിങ്ങൾ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് ഇനി നടക്കില്ല, ഉടൻ തന്നെ ആപ്പിൾ അത് അവസാനിപ്പിക്കണം എന്നും പറഞ്ഞു. അടുത്തത്, നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു. ഞാനാണ് ചർച്ചയിലൂടെ ഈ ഒരു സീസ് ഫയർ അവസാനിപ്പിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ഇല്ല, ഞാനങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല എന്നും പറയുന്നു. ഇവയെല്ലാം ഇന്ത്യ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്ത്യൻ സർക്കാരിന്റെ കയ്യിലേക്ക് തന്നെ വിടുന്നു. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. തുർക്കി വീണ്ടും പാകിസ്ഥാന് പിന്തുണ നൽകുകയാണ്. എത്ര തന്നെ ബോയ്ക്കോട്ട് തുർക്കി എന്നൊക്കെ പറഞ്ഞാലും എന്റെ വരുമാനം പകുതിയിലേറെ കുറഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്നാണ് തുർക്കി പറയുന്നത്. ഉടൻ തന്നെ തുർക്കി സപ്പോർട്ടിലുണ്ടായിരുന്ന 9 വിമാനത്താവളങ്ങളിൽ സെലിബി വിമാനത്താവളം സർവീസ്, അതുപോലെ തന്നെ സെലിബി കമ്പനീസിന്റെ 2 മറ്റു കമ്പനീസും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി BCIS എന്ന നമ്മുടെ സിസ്റ്റത്താൽ നിരോധിക്കപ്പെട്ടു. അവർക്ക് നൽകുന്ന സെക്യൂരിറ്റി ക്ലിയറൻസ് എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് നമ്മുടെ വിമാനത്താവളത്തിൽ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദേശീയ സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് പറയുന്നത്. തുർക്കി നമുക്കെതിരെ എന്തോ ചെയ്യാൻ പോകുന്നുവെന്ന് ഇന്ത്യക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷെ അതേ തുർക്കിക്ക് ഞാൻ സഹായിക്കുമെന്ന് അമേരിക്ക പറയുന്നു. ഇന്ത്യയുമായി നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട എന്ന് ആപ്പിളിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ ശക്തമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ ഒരവസാനത്തിൽ എത്തുകയുള്ളൂ. റഷ്യ നമുക്ക് പിന്തുണയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ വളരെ സ്ട്രോങ് ആയി നമ്മൾ റഷ്യയുടെ കൂടെ നിൽക്കുന്നുവെന്ന് ഒരിക്കലും ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് എന്ന് മാത്രമാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ നമ്മൾ നോക്കിക്കണ്ടത്. ഒഫൻസീവായി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് അമേരിക്കയും തുർക്കിയും ഒരുമിച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും ഭാവിയിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടിയായി തന്നെ മാറും. തീർച്ചയായും അവർ നമ്മുടെ മുതുകിൽ തന്നെ കുത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ പല പാഠങ്ങളാണ് ഇപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. താലിബാന്റെ പ്രധാനപ്പെട്ട വിദേശകാര്യമന്ത്രി ഇന്ത്യയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യമായി താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിക്കുന്നത്. പാകിസ്ഥാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും പാകിസ്ഥാന് എതിരെ താലിബാൻ ഫോറിൻ മിനിസ്റ്റർ സംസാരിച്ചു. അഫ്ഗാനിസ്ഥാൻ നമുക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്, ഇസ്രായേലും നമുക്ക് സപ്പോർട്ടാണ്.
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓപ്പറേഷൻ സിന്ധൂർ നിങ്ങൾ വിജയിച്ചു, ഇനിയും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ടായിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ഒരല്പം മാറി നിൽക്കാൻ തുടങ്ങി. പുതുതായി അമേരിക്ക അറബ് രാജ്യങ്ങളുമായി സഖ്യം ചേരാൻ തുടങ്ങി. ഇവിടെ സിറിയയിൽ തീവ്രവാദികൾ 6 മാസത്തിൽ തന്നെ വലിയ നേതാക്കന്മാരായി മാറ്റപ്പെടുകയാണ്. ഇന്ത്യക്കെതിരെ ലോകരാഷ്ട്രീയം മാറാൻ ഒരാഴ്ച മാത്രം മതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലോകത്തിന്റെ ചലനങ്ങൾ എങ്ങനെയാണ്. ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. തുർക്കിക്കെതിരെ ഇത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ തുർക്കിക്കെതിരെ നമ്മളിത് ചെയ്തിട്ടുമുണ്ട്. അമേരിക്കക്കെതിരെ ഞങ്ങളിത് ചെയ്യുമെന്നും പറഞ്ഞാൽ അമേരിക്കക്കെതിരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ താരിഫ് എന്നതിൽ അടുത്ത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ പ്രശ്നം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എന്താണെന്നുള്ളത് ഭാവിയിൽ നമുക്കറിയാം. ഈ ഒരു വീഡിയോയുടെ അപ്ഡേറ്റ് അടുത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തുർക്കി നമ്മളെ എങ്ങനെയാണ് പുറകിൽ കുത്താൻ പോകുന്നത്? അങ്ങനെ തുർക്കി നമ്മുടെ മുതുകിൽ കുത്തുന്നതിന് അമേരിക്ക എങ്ങനെ അവർക്ക് ആയുധ സഹായം നൽകും? ഇവയെല്ലാം നമ്മൾ ഇതിലൂടെ കണ്ടു. സത്യത്തിൽ ഒരുപാട് പേർ ഈ ലോകരാഷ്ട്രീയം അറിയാതെ ഇതൊക്കെ പാകിസ്ഥാനല്ലേ ചെയ്യുന്നത്, ഇതൊക്കെ തുർക്കിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അമേരിക്കയാണ് എന്ന രീതിയിൽ സത്യം മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.